കോഴിക്കോട് ബേപ്പൂരിൽ വെളിച്ചെണ്ണ മില്ലിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം. വെസ്റ്റ് മാഹിയിലെ രേണുക ഓയിൽ മില്ലിനാണ് തീപിടിച്ചത്. 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് 8 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഞായറാഴ്ച രാത്രി 10:30-യോടെയാണ് വെസ്റ്റ് മാഹിയിലെ രേണുക മില്ലിന് തീപിടിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നത്. ആദ്യം കൊപ്ര ഡ്രയറിൽ തീപിടിച്ചതായാണ് വിലയിരുത്തൽ. പിന്നീട് മില്ലിലെ ലോറിക്ക് തീപിടിച്ചതോടെ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ഫയർ സ്റ്റേഷനുകളിൽ നിന്നായി 15 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. 8 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. വെളിച്ചെണ്ണയ്ക്ക് തീപിടിച്ചത് അണയ്ക്കാൻ വലിയ പാടാണ്. ടാങ്കിലെ കാര്യമായിട്ട് ഫയർ ആവാത്ത രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കൊപ്ര ഉള്ള ഫയറാണ് നമുക്കിത് അണയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നത്. ഓണം പ്രമാണിച്ച് വലിയ അളവിൽ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 4 ടാങ്കുകളിലായി 28 ടൺ ഓയിൽ, 150 ടൺ കൊപ്ര, 15 ടൺ പാക്ക് ചെയ്യുന്ന ഫിലിംസ് എന്നിവയെല്ലാം അഗ്നിക്കിരയായി. 4 കോടിയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്നതായി മില്ലുടമകൾ പറഞ്ഞു. ലക്ഷത്തിനല്ലേ, നമുക്കൊരു 3-4 ചെയർ 5 ചെയറിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടാവും. ഫുള്ളായിട്ട് റെക്കോർഡിൽ എത്രയൊക്കെ നമുക്ക് കണക്ക് നോക്കിയാലുള്ളൂ കിട്ടുക. 4 കോടി ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കമ്പനി ഫുള്ള് പോയില്ലേ. ഞായറാഴ്ച മില്ലിൽ ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തീ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പടരാതിരുന്നതും ആശ്വാസമായി. റിപ്പോർട്ടർ, കോഴിക്കോട്.